രാജകുമാരി എവിടെ? അറേബ്യയിലെ ഉമർ എന്ന സുൽത്താൻ്റെ മകളാണ് സുന്ദരിയായ ഐഷ. ഒരു ദിവസം ഹുസൈൻ ഐഷയെ കൊട്ടാരത്തിലെ ഒരു രഹസ്യാറയിൽ അടയ്ക്കൂ. അതെന്തിനാണ് ഹുസൂർ? സുൽത്താൻ്റെ മന്ത്രിയാണ് ഹുസൈൻ. ഹഹാ, ഐഷ എവിടെയാണെന്നു കണ്ടുപിടിക്കുന്ന യുവാവിന് അവളെ വിവാഹം ചെയ്തു കൊടുക്കും. വേഗം വിളംബരം ചെയ്യൂ. വിചിത്രം തന്നെ. അങ്ങനെ ഐഷ ഒരു രഹസ്യമുറിയിൽ താമസം തുടങ്ങി. ഏതു വീരനാണാവോ എന്നെ തേടി എത്തുക? രാജകുമാരിയെ കണ്ടെത്താൻ പലരും ശ്രമിച്ചു, പക്ഷേ ആരും വിജയിച്ചില്ല. കുമാരിയെ കണ്ടെത്താനായി കൊട്ടാരത്തിൽ ഒളിച്ചു കടക്കാൻ ശ്രമിച്ചവരാകട്ടെ കാവൽക്കാരുടെ പിടിയിലുമായി. സലിം എന്ന യുവാവും വിളംബരത്തെപ്പറ്റി കേട്ടു. അച്ഛാ, ഞാനൊരു കൈ നോക്കിയാലോ? ബുദ്ധിമാനായ നിനക്കതു സാധിക്കും എന്ന് എനിക്കുറപ്പുണ്ട് മകനെ. പക്ഷേ നീ സൂക്ഷിക്കണം. ഞാൻ പോയി വരാം. വിശ്വസ്തനായ ഒരു ശില്പിയുടെ അടുത്തേക്കാണ് സലിം ആദ്യം പോയത്. ഒരു പ്രതിമ ഉണ്ടാക്കൂ, അകത്ത് എനിക്ക് ഇരിക്കാൻ സൗകര്യം വേണം. 2 ദിവസം കഴിഞ്ഞ് ഞാൻ അകത്തു കയറിയിരിക്കാം. നിങ്ങൾ ഈ പ്രതിമ കുമാരിക്കാണെന്ന് പറഞ്ഞ് കൊട്ടാരത്തിലെത്തിക്കണം. ശരി. അങ്ങനെ വൈകാതെ നല്ല പ്രതിമ, ഇത് ആയിഷയ്ക്കു കൊടുക്കൂ. സുൽത്താൻ്റെ ശബ്ദം. അങ്ങനെ സിംഹപ്രതിമ ഐഷയുടെ മുറിയിലെത്തി. അപ്പോൾ സലിം പുറത്തു വന്നു. ആരാണു നിങ്ങൾ? കുമാരി, മത്സരത്തിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. ഇല്ല, നിങ്ങൾ ചതിയിലൂടെയാണ് എന്നെ കണ്ടെത്തിയത്. നേരായ വഴിയിലൂടെ ഈ മുറി കണ്ടെത്തൂ. സലിമിൻ്റെ മുഖം മങ്ങി. ഐഷ അതു കണ്ടു. ഒരു സൂചന തരാം. ഭൂമിക്കടിയിലാണ് ഈ മുറി. സലിം വീണ്ടും പ്രതിമയ്ക്കകത്തു കയറി. ഈ പ്രതിമ കൊട്ടാരത്തിന് പുറത്തെത്തിക്കൂ. അങ്ങനെ സലിം വീണ്ടും പുറത്തെത്തി. കുമാരിയുടെ മുറി ഭൂമിക്കടിയിലാണെന്നല്ലേ പറഞ്ഞത്? അതു കണ്ടെത്തണം. സലിം പല സ്ഥലത്തായി കുഴിച്ചു നോക്കാൻ തുടങ്ങി. ഇയാൾക്കെന്താ ഭ്രാന്തുണ്ടോ? പക്ഷേ എത്ര ശ്രമിച്ചിട്ടും സലിമിന് ഐഷയുടെ മുറി കണ്ടെത്താനായില്ല. തളർന്നു. ഇനിയൊന്നു കുളിക്കാം. സലിം അടുത്തു കണ്ട തടാകത്തിൽ കുളിക്കാനിറങ്ങി. അപ്പോൾ തടാകത്തിനു താഴെ ഒരു അറ. തുറക്കാൻ പറ്റുന്നില്ല. സലിം സുൽത്താൻ്റെ മുന്നിലെത്തി. ഹുസൂർ, കൊട്ടാരത്തിനടുത്തുള്ള തടാകം അടിയൻ വൃത്തിയാക്കാം. ശരി. സലിം പോയപ്പോൾ ഇവൻ എന്തോ കണ്ടെത്തിയ മട്ടുണ്ട്. ഹുസൈൻ, ഒരു കാര്യം ചെയ്യണം. ശരി ഹുസൂർ. തടാകം വൃത്തിയാക്കാനെന്ന ഭാവത്തിൽ സലിം അതിലെ വെള്ളം മുഴുവൻ മാറ്റി. അപ്പോൾ ഹുസൂർ, ഇതാ ഈ വഴി വന്നാലും. ഹുസൂർ, ഇതു തന്നെയാണ് രാജകുമാരിയുടെ മുറി. നീ മിടുക്കനാണ്, സമ്മതിച്ചു. ഇനി മുറി തുറന്നു നോക്കൂ. മുറി തുറന്നപ്പോൾ അവിടെയതാ ഐഷയെ പോലുള്ള നിരവധി സുന്ദരിമാർ. ഇതിലാരാണ് യഥാർത്ഥ ഐഷയെന്ന് നീ കണ്ടുപിടിക്കണം. ബുദ്ധിമാനായ സലിം കുറെ സ്വർണ്ണ നാണയങ്ങൾ വാരിയെറിഞ്ഞു. സുന്ദരിമാർ അത് വാരിയെടുക്കാൻ ഓടി വന്നു. ഒരാൾ മാത്രം അനങ്ങിയില്ല. പണത്തോട് ആർത്തി കാണിക്കാത്ത ആ പെൺകുട്ടിയാണ് രാജകുമാരി. മിടുക്കൻ, മിടുമിടുക്കൻ. അങ്ങനെ സലിം ഐഷയെ വിവാഹം ചെയ്തു.